ശ്ലോകം 2. നീലാഭം കുഞ്ചിതാഗ്രം ഘനമമലതരം സംയതം ചാരുഭംഗ്യാ രത്നോത്തം സാഭിരാമം വലയിതമുദയചന്ദ്രകൈ പിഞ്ചജാലൈ മന്ദാരസ്രണ്ണിവീതം തവ പൃഥുഖബരീഭാരമാലോകയേകം സ്നിഗ്ധശ്വേതോർത്ഥപുണ്ഡ്രാം അപി ച സുലളിതാം ഫാലബാലേന്ദുവീഥീം. കേശാദിപാദം വർണ്ണനയാണ് മേൽപ്പത്തൂർ എടുത്തിരിക്കുന്നത്. നീലാഭം, നല്ല കറുത്ത മുടി. കുഞ്ചിതാഗ്രം, അതിൻ്റെ അറ്റം ചെറുതായിട്ടൊന്ന് വളഞ്ഞുണ്ട്, അങ്ങനെ അതിൻ്റെ ഭംഗി കൂടുന്നു. ഘനം അമലതരം, യാതൊരു വിധത്തിലുള്ളതായ മാലിന്യമില്ലാതെ കട്ടിയുള്ളതായ മുടി. സംയതം ചാരുഭംഗ്യ, മനോഹരമായി ചേർത്ത് കെട്ടിവെച്ചിരിക്കുന്നു. ആരാ ഇത് ചെയ്തത്? ഞാൻ മഞ്ജുളയുടെ പണി തന്നെ. തലേന്ന് മാലിന്യം കൊണ്ടുവന്നപ്പോഴേക്ക് തിരുമേനി ശ്രീകോവിൽ പൂട്ടി കരഞ്ഞുകൊണ്ടാണ് പോയത്. പോകുമ്പോൾ വല്യമംഗലത്ത് സ്വാമിയാരെ കണ്ടു. എന്താ കുട്ടിക്ക് അറിയണ? ഭഗവാന് മാല കൊടുക്കാൻ പറ്റില്ല. സാരമില്ല, ഭഗവാൻ എല്ലായിടത്തും ഇല്ലേ, അത് ആലിൻ്റെ ചുവട്ടുള്ള ആ കല്ലിലിട്ടോളൂ. അങ്ങനെ ആ കല്ലിലിട്ടിട്ട് പോയി. പക്ഷേ സമാധാനമില്ല. രാത്രി മുഴുവൻ കരഞ്ഞുകൊണ്ടിരുന്നു. നേരത്തെ എഴുന്നേച്ചു, മന്ദാരമാല ഉണ്ടാക്കി. തിരുമേനി വരുമ്പോൾ തുറക്കുന്നതിന് മുമ്പ് പോകണമെന്ന് വിചാരിച്ചാണ്. പോകുമ്പോഴേക്ക് തിരുമേനി തുറന്നിരിക്കുന്നു. തിരുമേനി തുറന്ന് മടപ്പള്ളിയിലേക്ക് പോയിരിക്കുന്നു. എപ്പോൾ മഞ്ജുളയെ കണ്ടു, ഓ ഉണ്ണിക്കുട്ടി ചാടി വന്നു, അമ്മയെന്ന് പറഞ്ഞിട്ടാണ് ചാടി വന്നത്. തലമുടി കറപറാന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇരിക്കുന്നു. ഭാഗ്യത്തിന് ആ ചീർപ്പ് കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ആ ചീർപ്പ് കൊണ്ട് ആ തല നന്നായിട്ട് ചീകി കോതി മിനുക്കി കെട്ടിയങ്ങ് വെച്ചു. സംയതം ചാരുഭംഗ്യ, മഞ്ജുളയാണ് ആ വിധത്തിൽ ഉണ്ണി കിട്ടിയത്. തിരുമേനി വരുമ്പോഴേക്ക് ഉണ്ണി ഓടിപ്പോയി, ഉള്ളിലേക്ക് തന്നെ പോയി. രത്നോത്തം സാഭിരാമം, രത്നം കൊണ്ടുള്ളതായ ആ ഉത്തംസം, ആ കിരീടം എത്ര മനോഹരമായിരിക്കുന്നു. വലയിതമുദയ ചന്ദ്രകൈ പിഞ്ചജാലൈ, അതിൽ ആ തിരുമേനി ആ മയിൽപ്പീലങ്ങനെ നിരത്തി കുത്തി. അതിൻ്റെ കണ്ണുകൾ, ആ മയിൽ കണ്ണുകൾ കാണാൻ എന്തൊരു ചന്തമാണ്. മന്ദാരസ്രംഗീതം, ഇതിവിടുന്ന് ഞാൻ ഇപ്പോൾ വെച്ചില്ലല്ലോ, ഇതെങ്ങനെ ഇതിവിടെ വന്നത്? തിരുമേനി സംശയിക്കുകയാണ്. മഞ്ജുളയാണത് കെട്ടിയെന്നുള്ളത് അറിഞ്ഞില്ല. മന്ദാര ശ്രംഗീതം തവ പൃഥുകബരീഭാരം, ആ മുടിക്കെട്ട് ഭഗവാനെ ഞാനിതാ കാണുന്നു. ആലോകയേഹം, കാണുന്നു, ആനന്ദിക്കുന്നു. ആനന്ദത്തിന് വേറെ എന്തു വേണം? ഭഗവാന്റെ രൂപം കണ്ടാൽ തന്നെത്താനെയല്ലേ ആനന്ദം ഉള്ളിൽ നിന്ന് പൊന്തി വരുന്നത്. അവിടുന്ന് താഴോട്ട് എൻ്റെ കണ്ണുകൾ ദൃഷ്ടി പോകുന്ന ആ സമയത്ത് സ്നിഗ്ധ ശ്വേതോർദ്ധപുണ്ഡ്രാം അഭിജസുലളിതാം ബാലബാലേന്ദുവീതിം, ആ നെറ്റിത്തടം, പഞ്ചമിചന്ദ്രനെ പോലെയുള്ളതായ നെറ്റിത്തടം, മനോഹരമായ ആ നെറ്റിത്തടത്തിൻ്റെ മധ്യത്തിൽ ഒരു ഗോവിക്കുറി, വെളുത്ത ഗോവിക്കുറി, മിനുമിനുത്ത ഗോവിക്കുറി. ഇത് കണ്ടാൽ എന്താ തോന്നുക? ആ ഹൃദയത്തിലല്ലേ ആ ജീവാത്മാവ് ഇരിക്കണേ. ജീവാത്മാവ് മെല്ലെ മോളിക്ക് കയറി ഈ ആജ്ഞാചക്രത്തിലൂടെ സഹസ്രാട്ടിലേക്ക് പോവുകയാണോ എന്ന് തോന്നിപ്പോകുന്നതായ ആ ഗോവിക്കുറി. ഭഗവൻ, ഇതെല്ലാം ഞാൻ കാണുന്നു. ഓരോ ദൃശ്യവും കാണുന്ന സമയത്ത് എൻ്റെ മനസ്സിന് എന്തുമാത്രം ആനന്ദമുണ്ടെന്ന് പറഞ്ഞറിയിക്കാൻ വാക്കുകളില്ല. ശ്ലോകം 3. ഹൃദ്യം പൂർണ്ണാനുകമ്പാർണവമൃദുലഹരി ചഞ്ചലഭ്രൂവിലാസൈ
ആ നീലസ്നിഗ്ധഭസ്മാവലി പരിലസിതം നേത്രയുഗ്മം വിഭോതേ സാന്ദ്രച്ഛായം വിശാലാരുണ കമലദളാകാരമാമുക്തധാരം കാരുണ്യാലോകലീല ശിശിരിതഭുവനം ക്ഷിപ്യതാ മയ്യനാഥേ. ഹേ ഭഗവൻ, ആ നെറ്റിന്ന് താഴത്തേക്ക് എൻ്റെ ദൃഷ്ടി അങ്ങയുടെ കണ്ണുകളിലാണ് പതിക്കുന്നത്. നേത്രയുഗ്മം വിഭോതേ, ആ രണ്ട് മനോഹരമായ കണ്ണുകൾ. ഹൃദ്യം, അത് കാണുമ്പോഴേക്ക് തന്നെ എന്തൊരു സന്തോഷമാണ് എൻ്റെ മനസ്സിൽ. മനോഹരമായിട്ടുള്ളതായ ആ കണ്ണുകൾ. പൂർണ്ണാനു കമ്പാർണവ മൃദുലഹരി, അങ്ങ് കരുണാമൂർത്തിയാണല്ലോ. ആ അനുകമ്പ ആവുന്ന സമുദ്രത്തിൽ കൊച്ചു തിരമാലകൾ പോലെ ഉള്ള ചഞ്ചല ഭ്രൂവിലാസൈ, ആ പുരികക്കൊടികൾ ആടുന്നത് കാണാൻ എനിക്ക് സാധിക്കുന്നു ഭവാനി. ആ നീല സ്നിഗ്ധഭക്ഷ്മാവലി, ആ കണ്ണിലുള്ളതായ ഇമരോമങ്ങൾ, അതും നല്ല കറുത്തതായിട്ടുള്ളതായ രോമങ്ങൾ, അതുകൊണ്ട് ശോഭിക്കുന്നു. അങ്ങനെ ശോഭിക്കുന്നതായ അങ്ങയുടെ ആ രണ്ട് നേത്രങ്ങൾ സാന്ദ്രച്ഛായം, എന്തെന്നില്ലാത്ത കാന്തിയോട് കൂടിയത്, അഖണ്ഡമായ കാന്തിയോട് കൂടിയത്. വിശാലാരുണ കമലദളാകാരം, കമലദളം ആ ചെന്താമരയുടെ ദളങ്ങളാണ്. അത് വിശാലമായിട്ടുള്ളത്, വിശാലമായ കണ്ണുകൾ. ആ കണ്ണുകളുടെ മധ്യത്തിൽ ആ മുഗ്ധതാരം, ആ കൺമണികൾ, കറുത്ത കൺമണികൾ. കാരുണ്യാലോക ലീലാശിശിരിതഭുവനം, അങ്ങയുടെ ആ കരുണ നിറഞ്ഞിട്ടുള്ളതായ ആ നേത്രങ്ങളെ കൊണ്ട് ഈ ഭുവനത്തിനെയും ജനങ്ങളെയും എല്ലാം ശിശിരിതം തണുപ്പിച്ചിരിക്കുന്നു അങ്ങ്. ഹേ ഭഗവൻ, ക്ഷിപ്യതാം മയ്യനാഥേ, ആ നേത്രങ്ങൾ എന്നിൽ പതിക്കണമേ. മാതൃദത്ത ഇങ്ങോട്ട് നോക്കുന്നില്ലേ ഭഗവാൻ? കേട്ടതിന് അനാഥ എന്ന് പറഞ്ഞേ അതാണ്. അയ്യോ, അനാഥ എന്നുള്ള അർത്ഥത്തില്ല ഞാൻ പറഞ്ഞേ. അഹനാഥ, അഹ വിഷ്ണു, അങ്ങ് എനിക്ക് നാഥനായിട്ടുള്ള ആളെന്നുള്ള അർത്ഥത്തിലല്ലേ ഞാൻ അനാഥൻ എന്ന് പറഞ്ഞേ. ആ ചിരിച്ചോണ്ട് നിൽക്കണം, ചിരിച്ചോണ്ട് നിൽക്കണം. മാതൃദത്ത പേടിക്കാനില്ല. ഭഗവാന്റെ ആ നയനങ്ങൾ അത്യന്തം ഹൃദ്യമായിട്ടുള്ളതാണ്, ഏവരെയും ആനന്ദിപ്പിക്കുന്നതാണ്. അവരുടെ ഉള്ളിൽ ഒരു അമൃതരസം അങ്ങനെ ആ ഹൃദയത്തിൽ നിന്ന് സിരകളിലൂടെ എല്ലായിടത്തേക്കും വ്യാപിക്കും. ആ ആനന്ദം ഈ സിരകളിലൂടെ വന്ന് ആ രോമകൂപത്തിലൂടെ അത് പുറത്തേക്ക് പോകാൻ സാധിക്കില്ല. അപ്പം അത് മുകളിലേക്ക് കയറും. അത് മുകളിലേക്ക് കയറി ഇവിടെ വരുന്ന ആ സമയത്ത് ഗദ്ഗതം വഴി, ചെറിയ വഴി, അവിടുന്ന് മെല്ലെ അത് മുകളിലേക്ക് കയറി ആ നയനങ്ങളിലൂടെ ശീതബാഷ്പം, അനന്തബാഷ്പമായിട്ട് അത് പുറത്തേക്ക് ഒഴുകുന്നു. ആ നയനങ്ങൾ ക്ഷിപ്യതാം മയ്യനാഥേ, വിഷ്ണുനാഥനായിട്ടുള്ള എന്നിൽ അത് പതിക്കണമേ. ഭക്തജനങ്ങളെ, വിഷ്ണുവാണ് എല്ലാവരുടെയും നാഥൻ. അഹ നാഥഃ യേഷാം തേ അനാഥാഹ, വിഷ്ണുനാഥനായിട്ടുള്ളവരാണ് അനാഥന്മാർ. നമ്മളെല്ലാവരും വിഷ്ണുവിനെ നാഥനായിട്ട് ധരിക്കണം. ശ്ലോകം 4. ഉത്തുംഗോലാസിനാസം ഹരിമണിമുകുരപ്രോലസദ്ഗണ്ഡപാളി വ്യാലോലത്കർണപാശാഞ്ചിതമകരമണി കുണ്ടലദ്വന്ദ്വദീപ്രം ഉന്മീലദ്ഗന്ധപംക്തി സ്ഫുരതരുണതരച്ഛായ ബിംബാധരാന്തഃ പ്രീതിപ്രസ്യന്തി മന്ദസ്മിതമധുരതരം വക്ത്രമുദ്ഭാസദാമേ. ഭഗവാന്റെ ആ മുഖം മുഴുവൻ ഒന്ന് നോക്കുകയാണ്. ആ കണ്ണുകളുടെ താഴത്തായിട്ട് ഉത്തുംഗോല്ലാസിനാസം,
ഉയർന്നിട്ടുള്ളതായ ഉല്ലസിക്കുന്നതായ ആ നാസിക, ഹരിമണി മുകുര പ്രോല്ലസൽ ഗണ്ഡപാളി, ഇന്ദ്രനീലക്കല്ലിൽ പതിച്ച ആ ഇന്ദ്രനീല കല്ലുപോലെയുള്ളതായ രണ്ട് കണ്ണാടികൾ, ആ കണ്ണാടികൾ ഈ പോലെയുള്ളതായ ഈ കവിൾത്തടങ്ങൾ, ആ കവിൾത്തടത്തിൽ വ്യാലോലൽ എന്താ ആടിക്കൊണ്ടിരിക്കുന്നത്? കർണ പാശാഞ്ചിത മകരമണി കുണ്ടല ദ്വന്ദ്വദീപ്രം. കർണപാശങ്ങളാണ്, രണ്ട് കർണങ്ങളും മനോഹരങ്ങളാണ്. അതിൽ ഭഗവാൻ അണിഞ്ഞിരിക്കുന്നത് മകരമണിയാണ്. മകരമത്സ്യത്തിൻ്റെ ആകൃതിയിലുള്ള കുണ്ടലം, മകരമത്സ്യത്തിൻ്റെ ശോഭയുള്ളതായ കുണ്ടലം. ആ രണ്ട് കുണ്ടലങ്ങൾ കൊണ്ട് അത്യന്തം പ്രശോഭിച്ചു കൊണ്ടിരിക്കുന്നതായ ആ കവിൾത്തടങ്ങൾ, ഉന്മീല ദന്തപംക്തി, ആ വികസിക്കുന്നതായ പല്ലിൻ്റെ നിര, നല്ലവണ്ണം നോക്കി. അതെ, സുരതരുണധര ഛായ ബിംബാധര. ആ ചുണ്ടുകൾ തൊണ്ടിപ്പഴം പോലെ തുടുതുടയിരിക്കുന്നതായ ആ ചുണ്ടുകളുടെ ഇടയിലൂടെ അന്തപ്രീതി പ്രസന്തി, സന്തോഷത്തോടുകൂടി ആനന്ദത്തോടുകൂടി ഭക്തജനങ്ങളെ അനുഗ്രഹിക്കാൻ വേണ്ടി എങ്ങനെ ഒഴുകി വരുന്ന മന്ദസ്മിതം, ആ പുഞ്ചിരി, പാൽപുഞ്ചിരി. ഹേ ഭഗവൻ, അങ്ങനെയുള്ള വക്രം ഉത്ഭാസതാമേ, എനിക്ക് എന്നുമെന്നും എൻ്റെ മുമ്പിൽ പ്രകാശിക്കണമേ. ഈ മുഖം, ആരാണോ ഭഗവാന്റെ ഈ മുഖത്തിനെ എന്നും ധ്യാനിക്കുന്നത്, അവരുടെ അന്ധകരണത്തിൻ്റെ മാലിന്യം നശിക്കുന്നു. രാഗദ്വേഷങ്ങളാണ് എല്ലാവരുടെയും മാലിന്യം, അന്ധകരണത്തിൻ്റെ മാലിന്യം. രാഗദ്വേഷങ്ങൾ, കാമാദികൾ, അഹന്താമമത, എല്ലാ മാലിന്യങ്ങളും നശിക്കാൻ ഭഗവാന്റെ ആ മുഖത്തിനെ ദിവസേന നമ്മൾ ധ്യാനിക്കണം. ധ്യാനത്തിലൂടെ മാത്രമാണ് ഈ തത്വം വ്യക്തമാകുന്നത്, ഈ തത്വം നമ്മുടെ ഉള്ളിൽ ജ്വലിക്കുന്നത്. അതുകൊണ്ട് അങ്ങയുടെ ആ മുഖത്തിനെ ഞാൻ, നിർമ്മലമായ മുഖത്തിനെ, മന്ദസ്മിതം തൂകുന്നതായ ആ മുഖത്തിനെ ഞാൻ എന്നും എന്നും കാണാൻ എനിക്ക് സാധിക്കണമേ. എൻ്റെ മനോമുകുരത്തിൽ ആ രൂപം എന്നുമെന്നും തെളിഞ്ഞ് പ്രകാശിക്കണമേ.